എന്തൊക്കെ തേച്ചിട്ട് ഒരു മാറ്റമില്ലേ? മുടി കൊഴിച്ചിലും ഡാൻഡ്രഫ്, ഡ്രൈനെസ്, ഫ്രിസിനെസ് എന്നൊക്കെ കാരണം നിങ്ങൾ ഇപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? എന്നാൽ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ വെളിയിലോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് ഐറ്റം തന്നെ വന്നിട്ട് ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി ഇല ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയറിൽ വരുന്ന ഡ്രൈനെസ്, ഫ്രിസിനെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് തന്നെയാണ്. ചേച്ചിയുടെ വെഡ്ഡിങ്ങും കുറച്ച് ഷൂട്ടും അനുബന്ധിച്ച് ഞാൻ അത്യാവശ്യം നല്ലോണം ഹെയർ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രൈറ്റനിങ്, ക്രിമ്പിങ് അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ ഹെയർ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇതൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ റെഡിയാക്കി എടുത്തൊരു പാക്കാണ്. ഞാൻ വീക്ക്ലി ഒരു 2 ടൈംസ് എങ്കിലും ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടി. ഹെയർ ഡ്രൈനെസ് പോവും, അതിൻ്റെ കൂടെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വിസിബിൾ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കിലൂടെ. അപ്പോൾ ഞാൻ തൻ്റെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും പറിക്കുന്നുണ്ട്. ഞാൻ ദൂരെ ട്രൈപ്പോഡൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ വെച്ച് പറിച്ചാണ്. ഇനി നമുക്ക് അടുത്ത വന്നിട്ട് അലോവേറ ജെല്ലാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ അലോവേറ ജെൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ ബ്രാൻഡ്സിൻ്റെ വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ എന്താണെന്ന് വെച്ചാൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ ചെമ്പരത്തിയിലുള്ള ആ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുമിച്ച് മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യും, അതല്ല അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ചിലവർക്ക് ഈ ചെമ്പരത്തി പൂവിൽ ആ ഒരു പൂമ്പൊടി അലർജി വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പക്ഷേ വലിയ കുഴപ്പമില്ല, പക്ഷേ മേ ബി ചിലർക്ക് അലർജി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ അലോവേറ ജെൽ എടുക്കുക. എനിക്ക് അലോവേറ ജെൽ ഇങ്ങനെ പിച്ചാത്തി വെച്ച് മുറിച്ചെടുക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് അമ്മയാണ് എനിക്ക് മിക്കവാറും എടുത്തു തരുന്നത്. അലോവേറ ജെൽ എടുത്തതിന് ശേഷം മീൻസ് ആ പ്ലാന്റിൽ നിന്ന് മുറിച്ചെടുത്തതിന് ശേഷം നിങ്ങളൊരു 5 മിനിറ്റ് എങ്കിലും കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് മുക്കി വെക്കുക. എന്നാൽ മാത്രമേ അതിനകത്തൊരു യെല്ലോ ടൈപ്പ് സൊല്യൂഷൻ വരും, അതൊന്ന് റിമൂവ് ആയി പോകത്തുള്ളൂ. അത് ചിലപ്പോഴും ചിലർക്ക് അലർജി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങളിത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഓരോ ബ്രാൻഡ്സിൻ്റെ ആഡ്സ് ഗുഡ്നസ് അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെയൊക്കെ അലോവേറ ജെൽ അവൈലബിൾ ആണ്. അതാണെങ്കിലും എടുത്താൽ മതി. പിന്നെ നമുക്ക് അടുത്ത മെയിനായിട്ട് വേണ്ടുന്നത് ഉലുവാപ്പൊടിയാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന ഉലുവാപ്പൊടി വറക്കാത്ത ഉലുവയാണ്. ജസ്റ്റ് പച്ച ഉലുവ കഴുകി ഒന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ചതാണ് കേട്ടോ. അങ്ങനെ എടുക്കുന്നതാണ് എനിക്ക് ഒന്നും കൂടി റിസൾട്ട് തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് അതിന് ശേഷം നല്ലോണം മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിലുള്ള പാക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ ദിവസവും റോസ്മേരി എസൻഷ്യൽ ഓയിൽ അങ്ങനെ ആഡ് ചെയ്യാറില്ല. വീക്ക്ലി വല്ലപ്പോഴൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. ദെൻ അതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇതേ കണക്ക് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മിക്ക എല്ലാവരും ചെയ്യുന്നൊരു കോമൺ മിസ്റ്റേക്കാണ്. ഫസ്റ്റ് അങ്ങ് മുടിയിലങ്ങ് പുരട്ടും. മുടിയിലൊക്കെ പുരട്ടിയതിന് ശേഷം പിന്നീട് പറയും ഞാൻ ഇങ്ങനത്തെ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ രീതി അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇങ്ങനത്തെ പാക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മുടി പുരട്ടിയെന്ന് വെച്ചിട്ട് മുടി ജസ്റ്റ് അങ്ങനല്ലല്ലോ വളരുന്നത്. നമ്മൾ സ്കാൽപ്പിൽ പുരട്ടിയതിന് ശേഷം അങ്ങനെയാണ് നമ്മുടെ മുടി വളരുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുക്കുക. സെക്ഷൻ എടുത്തതിന് ശേഷം സ്കാൽപ്പിൽ പുരട്ടുക. ദെൻ അതിന് ശേഷം മുടിയിൽ പുരട്ടുക. ദെൻ അതിന് ശേഷം ടിപ്പിൽ പുരട്ടുക. ഇത് നേരെ റിവേഴ്സായിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം മുടിയിലൊക്കെ പുരട്ടിയിട്ട് പിന്നെ സ്കാൽപ്പിൽ പുരട്ടാൻ നോക്കുവാണെങ്കിലും അത് ജസ്റ്റ് മൊത്തത്തിൽ അങ്ങ് ഉടക്ക് പിടിച്ചിരിക്കും. കാരണം ഇത്രയും ക്രീമി രീതിയിലുള്ള പാക്കൊക്കെ അല്ലേ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സ്കാൽപ്പിൽ പ്രോപ്പറായിട്ട് പുരട്ടാൻ പറ്റിയെന്ന് വരത്തില്ല. സോ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതേ കണക്ക് താളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരിക്കലും പിന്നെ നമുക്ക് ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയണമെന്നില്ല. കാരണം ഇതിനൊക്കെ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനത്തെ താളിയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആഡ്സ് ഗുഡ്നസിൻ്റെ ഒരു കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കാൽപ്പ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെമ്പരത്തിയല്ല നമ്മുടെ ഹെയറിൽ വരുന്ന ഡ്രൈനെസ്, ഫ്രിസിനെസ്, ഡാൻഡ്രഫ്, ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ. പിന്നെ ഈ ഒരു പാക്ക് വന്നിട്ട് ബോത്ത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. പിന്നെ ഫെനിഗ്രിക്കിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയണ്ടല്ലോ. നമുക്ക് ഒരുപോലെ നമ്മുടെ ഫേസിലും നമ്മുടെ ഹെയറിലും ഒരുപോലെ പരട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും സ്കാൽപ്പിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം ഞാൻ ഹെയറിൽ ജസ്റ്റ് ഇങ്ങനെ മൊത്തത്തിൽ പിടിച്ച് അങ്ങനെ തേക്കുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുക്കും. കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്ത് ഓരോ മുടിയിൽ പുരട്ടിപ്പോവും. എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ ഹെയറിലും പറ്റും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നുണ്ട് തന്നെ ഒരുമിച്ച് പുരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് വിചാരിച്ചിട്ട് റിസൾട്ട് കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ കുറച്ച് ക്ഷമ വേണം. നമ്മൾ ഈ ആഴ്ചയിൽ വീട്ടിലൊക്കെ ഇരിക്കത്തില്ല, ആ ഒരു ടൈമിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി.
പിന്നെ അത്യാവശ്യം പെട്ടെന്ന് പനി ജലദോഷം അങ്ങനത്തെ വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞു. എനിക്ക് അങ്ങനത്തെ സീനും കുഴപ്പവും ഒന്നും ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 3/4 മണിക്കൂറോളം ഈ ഹെയറിൽ വെക്കും. ഞാൻ അതിനുശേഷം നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ കണക്ക് പുരട്ടിയതിന് ശേഷം ഞാൻ 2 സൈഡിലായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് അത്രയും റിസൾട്ട് കിട്ടി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. ബൈ.